യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനം. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പൗലോസ്ലീഹായുടെ ശക്തമേറിയ വാക്കുകളാണ്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ക്രിസ്തുവായിട്ട് തീരേണ്ടവരാണ് ഞാനും നിങ്ങളും. ഈശോ നോക്കിയതുപോലെ നോക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ കേട്ടതുപോലെ കേൾക്കേണ്ടവരാണ് നമ്മൾ. ഈശോ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ നടന്നതുപോലെ നടക്കാൻ നമുക്ക് സാധിക്കണം. ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ക്രിസ്തു നിന്നിൽ ജീവിക്കണമെങ്കിൽ നിന്റേതായ സ്വപ്നങ്ങളും നിന്റേതായ പദ്ധതികളും നീ മാറ്റിവെക്കണം. ഈശോയുടെ ഇഷ്ടം നിന്നിൽ നിറവേറാൻ നീ ആഗ്രഹിക്കണം. വിശുദ്ധരൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എന്നെ അങ്ങയുടെ ഒരു ഉപകരണമാക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാകുക. കർത്താവിന് തന്നെ പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക. അപ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറും. ഇന്നു മുതൽ ക്രിസ്തു നമ്മിൽ ജീവിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.